ക്യാമറയിൽ ഒരു വീഡിയോ എടുക്കാൻ കൊടുത്താൽ റെക്കോർഡ് ചെയ്യാതെ വെച്ച് എടുത്തോണ്ടിരിക്കും. എന്നിട്ട് ഈ പറഞ്ഞൊക്കെ വീണ്ടും പറയണം. വളരെ തണുപ്പാണ്. ഇത് നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. പെരുവരാന്ന് മഴയുണ്ട്, കുളിരുന്നുണ്ട്. വാ, ഇത് ഓണാക്കിയോ നോക്കട്ടെ. ഹലോ കൂട്ടുകാരെ, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാനൊക്കെ അനുസരിച്ച് ഒരു 3 സ്പോട്ടുകളെങ്കിലും ഇന്ന് കവർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റത്തില്ല, എല്ലാം ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. ഇന്നത്തെ മഴ കുറച്ച് ശക്തമാണ് ഗൈസ്, ഇന്നലത്തെ പോലെ ചാറ്റലല്ല. എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ വയനാടും മൂന്നാറും വാഗമണൊക്കെ പോലെ നല്ല നല്ല സുന്ദരമായ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇത് ഇന്നത്തെ ഡെസ്റ്റിനേഷനാട്ടോ. ഇത് സ്റ്റാർട്ടിങ് വന്നത് ഇങ്ങോട്ടാണ്. നിറച്ചും മലനിരകൾ, അവിടെ നിന്നൊരു കുഞ്ഞൊരു നല്ലൊരു വെള്ളച്ചാട്ടം. വെള്ളത്തിൻ്റെ ഒക്കെ ഒരു കളർ കണ്ടോ, ക്രിസ്റ്റൽ ക്ലിയർ ആട്ടോ. പലരും ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ട് എടുത്ത റീൽസ് ആട്ടോ ഇത്. പക്ഷേ ഇതൊരു പാളിപ്പോയ റീൽസ് ആയിപ്പോയി. ഇതിൽ നമുക്ക് ഈ വഴി കൂടെ ഇങ്ങനെ കുറച്ച് കയറി പോകുമ്പോൾ ആ ഒരു സ്പോട്ടിലോട്ട് എത്തും. മഴയൊക്കെ പിടിച്ച് കിടക്കുന്നത് കൊണ്ടും എല്ലാ കല്ലുകളും ഭയങ്കര സ്ലിപ്പറിയാണ്. നല്ല ചേറ് പിടിച്ച് കിടക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നടുവൻ തട്ടി നിലത്ത് കിടക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി അവിടെ പോയി എടുക്കാം. അങ്ങനെ നമ്മൾ കയറി വരുന്ന ഈ ഒരു സ്പോട്ടിലേക്കാട്ടോ. ഇവിടെ നിന്നാണ് വെള്ളം ഒഴുകി താഴത്തേക്ക് പോകുന്നത്. ഇതാണ് ഈ മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ശരിക്കും നമ്മൾ ആദ്യം വന്നായിരുന്നത് ആ കാണുന്ന റോഡ് കൂടെ വന്നിട്ട് ദേ കാണുന്ന വെള്ളച്ചാട്ടത്തിലാണ്. ദേ ആ വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ പോയത്. ഇപ്പം നമ്മൾ റോഡിൽ കൂടെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് മുകളിൽ കൂടെ പോവാണ്. അവിടെ ഒരു പോയിന്റ് ഉണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. കല്ലേന്ന് ആൾക്കാർ ചാടി വരുന്നു. അതുകൊണ്ട് അവിടെ നോക്കിക്കേ, കാണാൻ കൂടി മേല. ഇത് ഒരു പട്ടം താഴത്തേക്ക് പതിച്ചിരിക്കുകയാണ്. അമ്മമ്മയാണെങ്കിൽ പട്ടം കാണാൻ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മമ്മയ്ക്ക് വേണ്ടേ പട്ടം? വേണോ? ടിയോങ്കോട് ചോദിച്ചേ. ഇത് ഞങ്ങൾ വന്ന വഴിക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ ഹോട്ടലൊന്നുമില്ല. ഞങ്ങൾ വന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പം ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ പൊതിച്ചോറ്. അമ്മമ്മയുടെ മാത്രമല്ല എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ പട്ടം മേടിക്കാന്നുള്ളത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആൺകുട്ടികൾ പട്ടമൊക്കെ പറത്തി നടക്കുന്നത് കാണാം. അവർ ന്യൂസ് പേപ്പറിൽ കാച്ചിൽ ഇങ്ങനെ മരത്തെ കയറി പോകുന്ന കാച്ചിലല്ലേ, അത് കല്ലിൽ ഉരയ്ക്കുമ്പോൾ ഒരു പശ ഉണ്ടാവും. ആ പശ വെച്ചാട്ടോ പട്ടം ഉണ്ടാക്കുന്നത്. അവരിങ്ങനെ പറത്തിങ്ങോട്ടൊക്കെ നടക്കുന്ന കാണാം. നമ്മൾ ചോദിച്ചാൽ തരത്തൊന്നുമില്ല. അന്ന് മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു പട്ടം പറത്തുന്നുള്ളത്. അങ്ങനെ ആ ആഗ്രഹം ഇത് ഇപ്പോഴാണ് സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയട്ടോ. അതാ ഈ കാണുന്നതാണ് സ്പോട്ട്. ചുറ്റുംപുറം കാണുന്ന മലയിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി ഇങ്ങനെ താഴത്തേക്ക് വരും. അതിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കും. ഇതാട്ടോ. പക്ഷെ നമുക്കതിൽ ഇറങ്ങുകയൊക്കെ ചെയ്യാം. അവിടെ ക്രോസ് ചെയ്ത് കഴിയേണ്ട സമയം കഴിഞ്ഞു. നമ്മളിപ്പോ അങ്ങോട്ടാ പത്തുമ്പോ പോയിക്കൊണ്ടിരിക്കണേ. ഐൻ ഗർസീസ്. ക്യാമറ പുറത്തോട്ട് വെച്ചാൽ കിട്ടും. ദാ ഈ കാണുന്നതാണ് ആ പറഞ്ഞ സ്ഥലം. മക്കൾസ് ഇത് കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിനകത്തേക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ടേക്കുന്ന പോലെ ഇല്ലേ, ഒരു കെട്ടിക്കിടക്കുന്ന ഒരു തടാകം പോലെയാട്ടോ ഇത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ തന്നെ ഈ കാണുന്ന കളറാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഫോട്ടോ എടുപ്പിന്റെ ഒരു ചാകര തന്നെയായിരുന്നു പിന്നെ അവിടെ നടന്നത്. ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ വേറെ സ്പോട്ടിലേക്ക് പോയായിരുന്നു. പക്ഷേ ഇരുട്ടിയതുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടി നല്ല ഒന്നാന്തരം ഓതന്റിക് ടേസ്റ്റ് ഉള്ള ഒമാൻ മന്തി. എന്റെ പൊന്നു മക്കൾസ്, നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഇതാണ് മന്തി.